Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു ഈസി ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രൈഡ് പൊറോട്ടയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പൊറോട്ട ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇവിടെ ഞാൻ 3 പൊറോട്ട ചെറിയ പീസാക്കി നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് ഫുഡ് കളർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കൊരു ബൗളിലേക്ക് കോൺഫ്ലോറും മൈദയും ബാക്കിയുള്ള ഉപ്പ്, മുളക് പൊടി, ഫുഡ് കളറും കൂടെ നന്നായിട്ടൊന്ന് അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 11 തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മാവിൽ മുക്കി വേണം നമുക്ക് പൊറോട്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ പൊറോട്ട പീസസ് നമുക്ക് ഈ മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ഇത് ഓരോ പീസായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് ചില്ലി പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ പൊറോട്ട ഫ്രൈ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു തരത്തിൽ തന്നെയാണ് ചില്ലി പൊറോട്ടക്കും പൊറോട്ട ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി തൊട്ടടുത്ത വീഡിയോനെ ഞാൻ ഇടുന്നതാണ്. നമുക്ക് 2 ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. നമുക്ക് പൊറോട്ട മിക്കവരും വാങ്ങിച്ച് പൊറോട്ടയൊക്കെ ബാക്കി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും ബാക്കി വരുന്ന പൊറോട്ട ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത എൻ്റെ റെസിപ്പി ചില്ലി പൊറോട്ടയാണ്. അത് കാണാൻ ആരും മറക്കരുത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.